കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആരണ്യകാണ്ഡം 7-ാം സർഗം 35-ാം ശ്ലോകത്തിലാണ് നിർത്തിയത്. അപ്പോൾ അതിൽ പറഞ്ഞത് ലക്ഷ്മണൻ്റെ വാക്ക് കേട്ടപ്പോൾ സീത കോപിച്ചു. അതായത് ശ്രീരാമൻ്റെ വായെന്ന് അങ്ങനെ ദയനീയമായിട്ടുള്ളൊരു വിളിയൊന്നും ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞപ്പോൾ കണ്ണിൽ വെള്ളം നിറഞ്ഞു സീതയുടെ. ലക്ഷ്മണനോട് പറഞ്ഞു, വളരെ അധിക്ഷേപമായിട്ട് പറഞ്ഞു, ലക്ഷ്മണ, നിൻ്റെ ബുദ്ധി ദുഷിച്ചിരിക്കുന്നു. രാമൻ്റെ നാശം ആഗ്രഹിക്കണ ഭരതനാണ് അപ്പം നിന്നെ ഇതിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്, ഇങ്ങടെ അയച്ചത്. രാമൻ നാശം വരണമെന്ന് നീയും ഭരതൻ്റെ പോലെ ആഗ്രഹിക്കണു. രാമന് നാശം നേരിട്ടാൽ പിന്നെ എന്നെക്കൊണ്ട് പോവാമെന്നാണല്ലോ നിൻ്റെ വിചാരം. അത് നിനക്കൊരിക്കലും സാധിക്കില്ല. നിനക്കെന്നെ ഒരിക്കലും കിട്ടില്ല. കണ്ടോളൂ, ഞാനിതാ പ്രാണം ഇപ്പം ത്യാഗം ചെയ്യാൻ പോവുകയാണ് എന്ന്. മാത്രമല്ല, ഭാര്യ എങ്ങനെ അപഹരിക്കാൻ ശ്രമിക്കണ ഒരു ആളാണ് നീയെന്ന് രാമൻ അറിയണമില്ല. രാമനെ ഒഴികെ അന്യനെ ഞാൻ തൊടില്ല. നിന്നെയോ ഭരതനെയോ ഒന്ന് ഞാൻ തൊടുന്ന് വിചാരിച്ചിട്ടുള്ള വ്യാമോഹമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് 2 കൈയും മാറത്തടിച്ചങ്ങോട്ട് കരഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മണൻ 2 ചെവിയും പൊത്തി വല്ലാതെ ദുഃഖിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പം 36-37 മാമൈവം ഭാഷസേ ചണ്ഡി ധിക്വാം നാശമുപൈഷ്യസി ഇത്യുക്ത്വാ വനദേവീഭ്യ സമർപ്യ ജനകാത്മജം യയൗ ദുഃഖാദി സംവിഘ്നോ രാമമേവ ശനൈ. ചണ്ഡി മാമാ ഏവം ഭാഷസേ, കോപത്തോടു കൂടിയിട്ടുള്ള സീതാദേവിയോട് പറയുകയാണ്, ഇങ്ങനെ പറയരുത്. ധിക്ക് ത്വാം, അങ്ങയ്ക്കായിക്കൊണ്ട് നിന്ദ ഭവിക്കട്ടെ, ഇങ്ങനെ പറയരുത് കേട്ടോ. ത്വം നാശമുപേക്ഷിസി, ഇതുകൊണ്ട് നാശമാണ് ഉണ്ടാവുക. ഇങ്ങനെ പറഞ്ഞ് എന്നെ ഇവിടുന്ന് അയച്ചാൽ ഇതി ഉക്ത്വ എന്ന് പറഞ്ഞിട്ട് വനദേവീഭ്യ സീതാം സമർപ്യ, അതായത് വനദേവതകൾക്ക് സീതയെ സമർപ്പിച്ചിട്ട് വെച്ചാൽ വനദേവതമാരോട് സീതയെ രക്ഷിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് സീതയെ അവിടെ സമർപ്പിച്ചിട്ട് ദുഃഖാദി സംവിഘ്ന, ദുഃഖം കൊണ്ട് അങ്ങേയറ്റം സംവിഘ്നമായിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖത്തിൽ മുങ്ങിയിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് ശനൈഹി പതുക്കെ രാമനെ തന്നെ രാമൻ്റെ അടുത്തേക്ക് പോയി. അതോ ഇത്ര കോപിച്ചു ഇരിക്കുന്ന സ്ത്രീയോട് പറയണ അതികോപനേ, ഇങ്ങനെ പറയരുതേ. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് സീതാദേവി നിന്ദ്യയായി തീർന്നിരിക്കുന്നു, അങ്ങന്ന് നശിക്കാൻ പോകുന്നു. അതന്നെ പറഞ്ഞു, ഇതുകൊണ്ട് നാശമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ സീതയെ വനദേവതകളെ ഏൽപ്പിച്ചിട്ട് അത്യത്ന ദുഃഖത്തോടു കൂടിയിട്ട് മനസ്സ് വളരെ അസ്വസ്ഥനായും കൊണ്ട് പതുക്കെ രാമനെ കാണാൻ പോയി. മാമൈവം ഭാഷസേ ചണ്ഡി ധിക്വാം നാശമുപൈഷ്യസി ഇത്യുക്ത്വാ വനദേവീഭ്യ സമർപ്യ ജനകാത്മജം യയൗ ദുഃഖാദി സംവിഘ്നോ രാമമേവ ശനൈ. പാവല്ലേ, ശരിക്കും ആ ലക്ഷ്മണൻ്റെ ഒരു ദുഃഖം ആലോചിച്ചാൽ പാവം തോന്നുമല്ലേ. എന്ത് ദുഃഖം തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ പറഞ്ഞപ്പോൾ. ശ്രീരാമനെ അകറ്റിയിട്ട് എന്നെ പ്രാപിക്കാനാണ് നിൻ്റെ മോഹം എന്ന് ഞാൻ അറിഞ്ഞില്ല, ശ്രീരാമൻ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എത്ര ദുഃഖം തോന്നിയിട്ടുണ്ടാവും. ഇതിലധികം ഉള്ളിൽ ശരിക്കും പിന്നെ വാക്കുകൊണ്ട് മുറിപ്പെടുത്തി ശ്രീരാമനെ, ലക്ഷ്മണനെ സീത അല്ലേ. അതാണ് അതാ സമയത്ത്. അല്ലെങ്കിൽ സീത അങ്ങനെയൊന്നും സ്വഭാവമല്ല കേട്ടോ. പക്ഷെ അതാണ് ഈ വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളത് എത്ര നമുക്ക് മനസ്സിലാവും അല്ലേ. തതോന്തരം സമാലോക്യ രാവണോ ഭിക്ഷുവേഷധൃക്ക്, ആ സമയം നോക്കി രാവണൻ വരികയാണ്. സീതാ സമീപമഗമൽ സ്ഫുരദ്ദണ്ഡകമണ്ഡലു സീതാ തം അവലോക്യാശു നത്വാ സംപൂജ്യ ഭക്തിതഃ കന്ദമൂലഫലാദീനി ദത്വാ സ്വാഗതമബ്രവീദ് മുനേ ഭുങ്ക്ഷ്വ ഫലാദീനി വിശ്രമസ്വ യഥാസുഖം. ഇദാനീമേവ ഭർത്താമേ
ഹ്യാഗമിഷ്യതി തേ പ്രിയം കരീഷ്യതി വിശേഷേണ തിഷ്ഠത്വം യതി രോചതേ. പിന്നെയോ അതാ അന്തരം സമാലോക്യ ആ ഒരു തക്കം നോക്കിയിട്ട് ഭിക്ഷുവേഷാധൃക് രാവണ, ഭിക്ഷുവേഷം ധരിച്ച രാവണൻ സ്ഫുരദണ്ഡകമണ്ഡലു, ഭംഗിയുള്ള നല്ല കമണ്ഡലും നല്ല വടിയും, എന്താണ് ഈ സന്യാസിമാർക്ക് ദണ്ഡം ഉണ്ടാവുമല്ലോ, നല്ല ഭംഗിയുള്ള ദണ്ഡവും കമണ്ഡലും ഒക്കെ എടുത്തിട്ട് സീതാസമീപം ആകുമ, സീതയുടെ സമീപത്ത് വന്നു. തം അവലോക്യ, എന്നിട്ട് ഭിക്ഷുവിനെ കണ്ടിട്ട് സീത ആശു നത്വ, സീത വേഗം നമസ്കരിച്ചു. ശരിക്കുള്ള ഒരു ഭിക്ഷുവാണെന്ന് വിചാരിച്ചിട്ടേ ഭക്തിതഃ സംപൂജ്യ, ഭക്തിപൂർവം പൂജിച്ച് കന്ദമൂല ഫലാദീനി ദക്ത്വ, ധാരാളം കിഴങ്ങുകളും പഴങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ കൊടുത്ത് സ്വാഗതം അബ്രവീ, സ്വാഗതം പറഞ്ഞു. മുനേ ഫലാദീനി ഭുങ്ക്ഷ്വ, ഈ ഫലമൂലാദികളൊക്കെ കഴിച്ചോളൂ. യഥാസുഖം വിശ്രമസഹ, സുഖമാവും വണ്ണം വിശ്രമിക്കൂ. ഇതാനും ഏവ അമ്മേ ഭർത്ത ആഗമിഷ്യതി, അധികം താമസിയാതെ എൻ്റെ ഭർത്താവ് വരും. വിശേഷേണത്തെ പ്രിയം കരിഷ്യതി, വിശേഷമായിട്ട് അങ്ങയ്ക്ക് വേണ്ട എല്ലാം ചെയ്തു തരും. യതി രോചതേത്വം തിഷ്ഠ, വിരോധമില്ലെങ്കിൽ അതുവരെ ഇവിടെ ഇരുന്നാലും എന്ന് പറഞ്ഞു. നല്ലോണം സ്വാഗതം ചെയ്തു. ഒരു ശരിക്കുള്ള ഭിക്ഷുവാണെന്ന്. ഇത് പിന്നെ എന്താണ്, രാവണൻ വേഷം കെട്ടി വന്ന ഭിക്ഷുവാണെന്നൊന്നും അറിയാതെ ഈ മായാസീതയാണ് കേട്ടോ, മറ്റേത് വഗ്നിയിൽ ഒളിച്ചിരിക്കുകയല്ലേ. ഈ മായാസീത രാവണനെ വേണ്ട പോലെ സൽക്കരിച്ച് എന്താ ചെയ്ത, ആ അവസരം ലക്ഷ്മണനെ അകറ്റിയിലൊപ്പോ ആ അവസരം തക്കം നോക്കി സന്യാസി രൂപം ധരിച്ച ഈ രാവണൻ നല്ല ഭംഗിയുള്ള ദണ്ഡും കമണ്ഡലും ഒക്കെ പിടിച്ച് സീതയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഭിക്ഷുവിനെ കണ്ട ഉടനെ സീത നമസ്കരിച്ചു. ഭക്തിപൂർവ്വം അങ്ങനെയാണല്ലോ വേണ്ടത്. പൂജിച്ച് കായ്കനികളൊക്കെ കിഴങ്ങൊക്കെ തിന്നാൻ കൊടുത്തു. എന്നിട്ട് ഇതൊക്കെ അങ്ങ് ഭക്ഷിച്ചാലും എൻ്റെ ഭർത്താവ് ഇപ്പം അധികം താമസിയാതെ വരും, അങ്ങയുടെ ഒക്കെ എന്താ ആവശ്യം വെച്ചാൽ അതൊക്കെ നടത്തിത്തരും, വിരോധമില്ലെങ്കിൽ കുറച്ച് നേരം പടി ഇരിക്കൂ എന്നൊക്കെ നല്ല വാക്ക് പറഞ്ഞു. ഇനി അത് 40 വരെ വായിച്ച് പിന്നെ 41 പോവാം. തതോന്തരം സമാലോക്യ രാവണോ ഭിക്ഷുവേഷധൃക് സീതാ സമീപമഗമൽ സ്ഫുരദ്ദണ്ഡകമണ്ഡലുഃ സീതാ തമവലോക്യാശു നത്വാ സംപൂജ്യ ഭക്തിതഃ കന്ദമൂലഫലാദീനി ദത്വാ സ്വാഗതമബ്രവീത്. മുനേ ഭുങ്ക്ഷ്വ ഫലാദീനി വിശ്വമസ്വ യഥാസുഖം ഇദാനീമേവ ഭർത്താ മേ ഹ്യാഗമിഷ്യതി തേ പ്രിയം കരിഷ്യതി വിശേഷേണ തിഷ്ഠത്വം യതി രോചതേ. അപ്പോൾ ഭിക്ഷുവാച, ആരാണ്? രാവണൻ പറയാണ്. കള്ള രാവണൻ തന്നെ പറയണം അല്ലേ, കള്ള സന്യാസിയായിട്ട് വന്നതല്ലേ. കാത്വം കമലപത്രാക്ഷി കോവാ ഭർത്താ തവാനഘേ കിമർത്ഥമത്ര തേ വാസോ വനേ രാക്ഷസസേവിതേ ബ്രൂഹി ഭദ്രേ തതഃ സർവം സ്വവൃത്താന്തം നിവേദയേ. കമലപത്രാക്ഷി ത്വം കാ, അതായത് താമര ഇതൾ പോലത്തെ നേത്രങ്ങളോട് കൂടിയ പിന്നെ എന്താണ് ഭവതി ആരാകുന്നു? ത്വം കാന്ന്, നീ ആരാണ്? അനഘേ തവ ഭർത്താ കഹ വാ. അനഘച്ച പാപമില്ലാത്തവളെ അല്ലെങ്കിൽ പരിശുദ്ധയായവളെ, നിൻ്റെ ഭർത്താവ് ആരാണ്? തവ ഭർത്താ കഹ. രാക്ഷസേവിതേ അത്ര വനേ, രാക്ഷസന്മാരാൽ നിറഞ്ഞ അല്ലെങ്കിൽ രാക്ഷസന്മാർ നിറഞ്ഞിരിക്കുന്ന ഈ വനത്തിൽ രാക്ഷസേവിതേ പറയുന്നുണ്ട്. രാക്ഷസന്മാരാൽ സേവിക്കപ്പെടുന്നു വെച്ചാൽ രാക്ഷസന്മാർ ധാരാളമുള്ള ഈ വനത്തിൽ തേ വാസഹ കിമർത്ഥം, എന്തിനാണ് ഇവിടെ താമസിക്കുന്നത്? ഇത്ര ഒരു സേഫ് അല്ലാത്ത സ്ഥലത്ത്, ഒട്ടും സുരക്ഷ ഇല്ലാത്തൊരു സ്ഥലമാണല്ലേ, നിറച്ച് രാക്ഷസന്മാരുള്ള കാടാലേ ദണ്ഡകവനം, എന്തിനാണ് ഇവിടെ താമസിക്കണേ? ഭദ്രേ ബ്രൂഹി, പറയൂ. തതഃ സർവം സ്വവൃത്താന്തം നിവേദയ, എന്നിട്ട് ദേവിയുടെ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വിവരങ്ങളൊക്കെ പറയാം എന്ന് ഈ കള്ളസന്യാസിയായി വന്നിട്ടുള്ള രാവണൻ പറഞ്ഞു. ഹേ കമലാക്ഷി, അല്ലെങ്കിൽ താമരകളോട് പോലുള്ള കണ്ണുകളുള്ളവൻ, നീ ആരാ? പരിശുദ്ധയായവളെ, നിൻ്റെ ഭർത്താവ് ആരാണ്? രാക്ഷസന്മാർ വസിക്കണ ഈ കാട്ടിൽ നീ എന്തിനിവിടെ വന്ന് വസിക്കണു? പറഞ്ഞ മംഗളമൂർത്തിയായിട്ടുള്ള അങ്ങ് പറയൂ, ഭവതി പറയൂ. ഭവതിയുടെ ചരിത്രം കേട്ടതിന് ശേഷം ഞാൻ എൻ്റെ എല്ലാ
വൃത്താന്തവും പറയാം എന്ന് പറഞ്ഞു. ഭിക്ഷുരുവാച കാത്തും കമലപത്രാക്ഷി കോവാ ഭർത്താ തവാനഘേ കിമർത്ഥമത്ര തേ വാസോ വനേ രാക്ഷസസേവിതേ ബ്രൂഹി ഭദ്രേ തതഃ സർവം സ്വവൃത്താന്തം നിവേദയേ. സീതോവാച. അപ്പോൾ സീത തിരിച്ചു പറഞ്ഞു, അയോധ്യാധിപതി ശ്രീമാൻ രാജാ ദശരഥോ മഹാൻ തസ്യ ജ്യേഷ്ഠസുതോ രാമ സർവലക്ഷണലക്ഷിതഃ തസ്യാഹം ധർമ്മതഃ പത്നി സീതാ ജനകനന്ദിനി തസ്യ ഭ്രാതാ കനീയാംശ്ച ലക്ഷ്മണോ ഭ്രാതൃവത്സല പിതുരാജ്ഞാം പുരസ്കൃത്യ ദണ്ഡകേ വസ്തുമാഗത ചതുർദശ സമാസ്ത്വാം തു ജ്ഞാതുമിച്ഛാമി മേ വദ. അയോധ്യാധിപതി അയോധ്യയുടെ അധിപനും ശ്രീമാൻ മഹാൻ ദശരഥ രാജ, അതായത് ശ്രീരാമനും മഹാനും ദശരഥൻ എന്ന് വിഖ്യാതനുമായ രാജാവുണ്ട്. അല്ല, ശ്രീമാനും, ശ്രീരാമൻ എന്നല്ല കേട്ടോ, ശ്രീമാനും നല്ല ധനസമ്പത്തിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ദശരഥൻ. നല്ല ധനിഷ്ഠനായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ശ്രീമാനും മഹാനും ദശരഥൻ എന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള രാജാവ് ഉണ്ടായിരുന്നു. എവിടെ? അയോധ്യയിൽ. സർവലക്ഷണലക്ഷിത രാമ, ഈ സർവലക്ഷണങ്ങളും തികഞ്ഞിരിക്കുന്ന രാമനുണ്ടല്ലോ, ആ ദശരഥൻ്റെ തസ്യ ജ്യേഷ്ഠസുത, മൂത്ത പുത്രനാണ്. അഹം തസ്യ ധർമ്മതഃ പത്നി സീത ജനകനന്ദിനി, ഞാൻ ആ ജ്യേഷ്ഠപുത്രൻ്റെ പത്നിയായിട്ടുള്ള സീതയാണ്. ഞാൻ ജനകൻ്റെ മകളാണ്. ഭ്രാതൃവത്സല ലക്ഷ്മണ തസ്യ കനീയാൻ ഭ്രാത, അതായത് സഹോദരനിൽ അത്ര വാത്സല്യമുള്ള ലക്ഷ്മണൻ അവൻ്റെ അനിയനാണ്. കനിഷ്ഠനാണ്, മീൻസ് അനിയനാണ്, താഴെയുള്ള സഹോദരനാണ്. പിതുഹു ആജ്ഞം പുരസ്കൃത്യ, പിതാവിൻ്റെ ആജ്ഞയെ മാനിച്ച് ദണ്ഡകെ ചതുർദശ സമാം വസ്തും ആഗത, ദണ്ഡകവനത്തിൽ 14 കൊല്ലം വസിപ്പാനായിട്ട് വന്നതാണ്. ത്വാം തു ജ്ഞാതും ഇച്ഛാമി, അങ്ങ് ആരാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മേ വദ, എന്നോട് പറഞ്ഞാലും. സീത പറഞ്ഞു, ഞാൻ അയോധ്യാധിപനും മഹാനും ഐശ്വര്യവും മാഹാത്മ്യവും തികഞ്ഞവനുമായിട്ടുള്ള ദശരഥൻ എന്ന പേരായിട്ടുള്ള രാജാവിൻ്റെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠപുത്രനാണ് രാമൻ. എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ആളാണ്. ആ രാമൻ്റെ ധർമ്മപത്നിയും ജനക മഹാരാജാവിൻ്റെ പുത്രിയാണ് ഞാൻ. പിന്നെയോ ഈ ജ്യേഷ്ഠ സഹോദരനിൽ അതിവാത്സല്യമുള്ള ലക്ഷ്മണൻ രാമൻ്റെ അനിയനാണ്. പിതാവിൻ്റെ കൽപ്പനപ്രകാരം രാമൻ 14 വർഷം ദണ്ഡകവനത്തിൽ വസിക്കാനായിട്ട് വന്നതാണ്. അങ്ങ് ആരാന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അല്ലേ? സീതോവാച അയോധ്യാധിപതി ശ്രീമാൻ രാജാ ദശരഥോ മഹാൻ തസ്യ ജ്യേഷ്ഠസുതോ രാമ സർവലക്ഷണലക്ഷിതഃ തസ്യാഹം ധർമ്മതഃ പത്നി സീതാ ജനകനന്ദിനി തസ്യ ഭ്രാതാ കനീയാംശ്ച ലക്ഷ്മണോ ഭ്രാതൃവത്സല പിതുരാജ്ഞാം പുരസ്കൃത്യ ദണ്ഡകേ വസ്തുമാഗത ചതുർദശ സമാസ്ത്വാം തു ജ്ഞാതുമിച്ഛാമി മേ വദ. നമുക്ക് ആലോചിച്ചാൽ അത്ഭുതമാവും. കാരണം പിന്നെ മാനിനെ കൊണ്ടുവരാൻ പോകുമ്പോൾ സീതയോട് ശരിക്കും പറയും കൂടിയും ചെയ്തു, രാവണൻ ഇപ്പോൾ വരും, അതുകൊണ്ട് നീ മായാ സീതയായിട്ട് ഇരിക്കൂ, എന്നിട്ട് ശരിക്കുള്ള സീത വന്യമണ്ഡലത്തിൽ മറിഞ്ഞു നിൽക്കൂ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാം അറിഞ്ഞും കൊണ്ട് ശരിക്കും ഒരു നാടകം പോലെയാണത്, അല്ലേ? ഒരു ശരിക്ക് അരങ്ങത്ത് കളിക്കുന്ന ഒരു നാടകം പോലെയാണ് ശ്രീരാമഭഗവാനും സീതാദേവിയും ഈ രാമായണ കഥ അഭിനയിച്ച് അങ്ങട് ശരിക്കും നമ്മളിപ്പോൾ സിനിമയൊക്കെ കാണുന്ന പോലെ ആണ് ഭഗവാനും, അതായത് പരമാത്മ ചൈതന്യം തന്നെ രൂപമെടുത്ത ഭഗവാനും മായാദേവിയായിട്ടുള്ള സീതയും ശരിക്ക് ഈ മായാലോകത്തിൽ ഒരു നാടകം അവതരിപ്പിച്ചതാണ് ശരിക്കും, അല്ലേ? എല്ലാം അറിയാലോ. നോക്കൂ, ആലോചിച്ച് നോക്കൂ. രാവണനും അറിയാം. രാവണൻ പറഞ്ഞില്ലേ മാരീചനോട്, എനിക്കിതാണ് വിധിച്ചിരിക്കണത്, അതുകൊണ്ട് ഞാൻ സീതയെ വേണ്ട പറഞ്ഞപ്പോഴേ എനിക്ക് രാവണൻ്റെ കൈകൊണ്ട് മരണം, കാരണം ദേവന്മാരർത്ഥിച്ചിട്ട് ശ്രീരാമനായിട്ട് അവതരിച്ചിട്ടുണ്ട്. അപ്പോൾ രാമൻ്റെ കൈകൊണ്ട് എനിക്ക് മരണം സുനിശ്ചിതമാണ്. അതുകൊണ്ട് ഞാൻ സീതയെ അപഹരിക്കാൻ തീർച്ചയാക്കി. രാമനെ ഞാൻ കൊന്നു വെച്ചാൽ എനിക്ക് സീതയെ സുഖമായിട്ട് അനുഭവിച്ച് ശേഷകാലം ജീവിക്കാം. അല്ല, രാമൻ എന്നെ കൊന്നു വെച്ചാൽ എനിക്ക്
മോക്ഷം കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ട് ശരിക്കുന്നേ ഒരു നാടകം തന്നെ അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നും അല്ലേ? ആണെന്ന് തന്നെ പറയട്ടെ. ഇനി ഭിക്ഷുരുവാച പൗലസ്ത്യതനയോഹം തു രാവണോ രാക്ഷസാധിപ ത്വൽകാമ പരിതപ്തോഹം ത്വാം നേതും പുരമാഗത മുനിവേഷേണ രാമേണ കിം കരിഷ്യസി മാം ഭജ ഭുമുക്ഷഭോഗാൻ മയാ സാർത്ഥം ത്യജ ദുഃഖം വനോദ്ഭവം. സത്യം കൂടെ പറഞ്ഞു ആരാ? രാവണൻ. ഈ കള്ളസന്യാസിയായിട്ട് വന്ന ഭിക്ഷു എന്താ പറഞ്ഞ? അഹം തു ഞാനാകട്ടെ പൗലസ്ത്യതനയ പുലസ്ത്യപുത്രനാണ്. പുലസ്ത്യപുത്രൻ്റെ രാക്ഷസാധിപ രാവണൻ, രാക്ഷസരാജാവായ രാവണനാണ്. പുലസ്ത്യൻ്റെ മകനാണല്ലോ രാവണനും വിശ്രവസ്സും അല്ലേ? പൗലസ്ത്യനായ, അതായത് പുലസ്ത്യൻ്റെ പുത്രൻ്റെ പുത്രനാണ്. അതായത് പുലസ്ത്യ മഹർഷിയുടെ പുത്രനാണ് വിശ്രവസ്. ആ വിശ്രവസിൻ്റെ പുത്രനാണ് ആര്? രാവണനും വൈശ്രവണനും. അപ്പോൾ പുലസ്ത്യൻ മുത്തശ്ശനാണ് കേട്ടോ. അതാണ് പറഞ്ഞത്. അഹം തു ഞാനാകട്ടെ പുലസ്ത്യ തനയഹ പുലസ്ത്യപുത്രൻ്റെ പുത്രനാണ് ഞാൻ. രാക്ഷസാധിപ രാക്ഷസ രാജാവാണ്. ത്വൽ കാമപരിതപ്ത അഹം നിന്നിലുള്ള പാരവശ്യം കൊണ്ട്, നിന്നിലുള്ള അതായത് സീതയോടുള്ള കാമപാരവശ്യം കൊണ്ട് ആണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ത്വാം പുരം നേതും ആഗത നിന്നെ രാജധാനിയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വന്നതാണ്, എൻ്റെ രാജധാനിയിലേക്ക്. മുനിവേഷേണ രാമേണ കിം കരിഷ്യസി ഇങ്ങനെ ഒരു ജടാവൽക്കലൊക്കെ ധരിച്ച് മുനിമാരെ പോലെ കാട്ടിൽ വസിക്കണ രാമനെ കൊണ്ട് നിനക്ക് എന്താ പ്രയോജനമുള്ളത്? മാം ഭജ എൻ്റെ കൂടെ പോന്നോളൂ. മാം ഭജ പറഞ്ഞാൽ എന്നെ ഭജിച്ചോളൂ, മീൻസ് എന്നെ സ്വീകരിച്ചോളൂ. ഇവിടെ അതാണ് അർത്ഥം. മയാ സാർത്ഥം ഭോഗാൻ ഭുങ്ക്ഷ എന്നോടുകൂടി ഭോഗങ്ങളൊക്കെ ഭുജിച്ചോളൂ. മനോദ്ഭവം ദുഃഖം ത്യജ ഈ വനത്തിൽ താമസിക്കേണ്ട ദുഃഖം നിനക്ക് വേണ്ടേനും നാരാ അതിനെ ത്യജിച്ചോളൂ. അതെന്താ പറഞ്ഞേ രാവണൻ? ഞാനാകട്ടെ പുലസ്ത്യൻ്റെ പുത്രൻ, അതായത് വിശ്രവസ്. പുലസ്ത്യൻ്റെ പുത്രൻ വിശ്രവസ്. ആ വിശ്രവസിൻ്റെ പുത്രനാണ് ഞാൻ. രാക്ഷസ രാജാവായിട്ടുള്ള രാവണനാണ്. ലങ്കയിലത്തെ രാക്ഷസ രാജാവായിട്ടുള്ള രാവണനാണ്. എനിക്ക് നിന്നോട് തോന്നിയിട്ടുള്ള ആ കാമപാരവശ്യം കൊണ്ട് നിന്നെ എൻ്റെ രാജധാനിയിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത്. മുനിവേഷധാരിയായിട്ടുള്ള ഈ രാമനെ കൊണ്ട് നിനക്ക് എന്താ? ഒന്നിനും കൊള്ളാത്ത ഈ മുനിവേഷധാരിയായിട്ടുള്ള രാമനെ കൊണ്ട് നിനക്ക് എന്താ പ്രയോജനമുള്ളത്? എന്നെ സ്വീകരിച്ചോളൂ. എൻ്റെ കൂടെ വന്ന് എല്ലാ രാജ്യസുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചോളൂ. ഈ കാട്ടിൽ 14 കൊല്ലമൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് വസിക്കണ ഈ ദുഃഖത്തിനെ നീയെ ത്യജിച്ചോളൂ. ഇതാണ് രാവണൻ സീതയോടെ പറഞ്ഞ്. രാവണൻ തന്നെയാണെന്ന് അങ്ങോട്ട് സത്യം പറഞ്ഞു കേട്ടോ. ഭിക്ഷുവാച പൗലസ്ത്യതാനായോഹം പൗലസ്ത്യതനയോഹം തനാന്നില്ല കേട്ടോ. അതോടെ ഒരു തെറ്റി അച്ചടി തെറ്റാ. പൗലസ്ത്യതനയോഹം തു രാവണോ രാക്ഷസാധിപ ത്വൽ കാമപരിതപ്തോഹം ത്വാം നീതും പുരമാഗത എൻ്റെ പുരത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. മുനിവേഷേണ രാമേണ കിം കരിഷ്യസി മാം ഭജ ഭുങ്ക്ഷ്വ ഭോഗാൻ മയാ സാർത്ഥം ത്യജ ദുഃഖം വനോദ്ഭവം ഈ വനത്തിൽ നിന്നുണ്ടാവുന്ന ദുഃഖത്തിനെ ത്യജിച്ചാലും. അപ്പം എന്താ ഉണ്ടായതെന്നാണ് പറയണത് അടുത്ത 3 ശ്ലോകത്തിൽ. ശ്രുത്വാ തദ്വചനം സീതാ ഭീത കിഞ്ചിതുവാചതം യദേവം ഭാഷസേ മാം ത്വം നാശമേഷ്യസി രാഘവാദ് ആഗമിഷ്യതി രാമോ ഭീക്ഷണം തിഷ്ഠ സഹാനുജ മാം കോ ദർശയിതും ശക്തോ ഹരേ ഭാര്യാം ശശോ യഥാ രാമബാണൈർവിഭിന്നസ്ത്വം പതിഷ്യസി മഹീതലേ. തദ്വചനം ശ്രുത്വ ആ ഭിക്ഷുവിൻ്റെ വാക്ക് കേട്ടിട്ട് ഭീത സീത ഭയപ്പെട്ട സീത തം കിഞ്ചിത് ഉവാച അവനോട് പറഞ്ഞു. ത്വം മാം എവം ഭാഷസേ ഇതിയത് നീയോ എന്നോടാണോ ഇതുപോലെ പറയണത്? ഈ പറയുന്നത് ഉണ്ടല്ലോ, ഇപ്പം നീ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, തദ് രാഘവാത് നാശമേഷ്യസി
അത് കാരണം നീ ഇപ്പോൾ ഉച്ചരിച്ച ഈ വാക്കുകൾ കാരണം നിനക്ക് രാഘവനിൽ നിന്ന് നാശം സംഭവിക്കും. രാഘവനിൽ നിന്ന് നിനക്ക് നാശം ഉണ്ടാവും. ഇപ്പം നീ പറഞ്ഞ ആ വാക്ക് കാരണം. സഹാനുജഹ രാമ അപി ആഗമിഷ്യതി. അനുജനോടുകൂടി രാമൻ ഇപ്പം വരും. ക്ഷണം തിഷ്ഠ, കുറച്ചരിയ്ക്കൂ. ഹരേഹേ ഭാര്യാം ശശഹ യഥ. സിംഹത്തിൻ്റെ ഭാര്യയെ ഒരു മുയല് എന്ന പോലെ. ഹരേഹേ ഭാര്യാം മാം, സാക്ഷാൽ മഹാവിഷ്ണുവായ രാമൻ്റെ ഭാര്യയായ എന്നെ ദർശയിതും കഹ ശക്ത, ആക്രമിക്കാനും കൊണ്ടുവാനും ആരാ ശക്തൻ? രാമബാണൈഹി വിഭിന്നഹത്വം, രാമബാണങ്ങളാൽ നീ മുറിക്കപ്പെടും. മഹീതലേ പതിഷ്യസി, രാമബാണം കൊണ്ട് ദേഹം മുറിഞ്ഞ് നീയെ ഈ ഭൂമിയിൽ പതിക്കും എന്ന് പറഞ്ഞു. സീത പേടിയായി സീതയ്ക്ക്. എന്നാലും സീത അങ്ങനെ പറഞ്ഞു. രാവണൻ്റെ വാക്ക് കേട്ടപ്പോൾ സീതയ്ക്ക് ഭയപ്പെട്ടുകൊണ്ട്, അതായത് ചുരുക്കി പറഞ്ഞു, പറയാനൊന്നും വയ്യ, പേടിയുണ്ടായി. എന്നോട് നീ ഇപ്രകാരം പറഞ്ഞില്ലേ, ഈ ഇങ്ങനത്തെ വാക്ക് എന്നോട് ഉച്ചരിച്ചില്ലേ, ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ രാമനിൽ നിന്ന് നിനക്ക് നാശം സംഭവിക്കും. രാമൻ അനുജനോടുകൂടി ഇവിടെ ഇപ്പം എത്തും. അല്പസമയം നീ ഇരിക്ക്. സാക്ഷാൽ ശ്രീഹരിയന്യായ രാമൻ്റെ ഭാര്യയായ എന്നെ സിംഹത്തിൻ്റെ ഭാര്യയെ ഒരു മുയൽ പിടിക്കാൻ വരണ പോലെയാണ് നീ ഇപ്പം ചെയ്യണത്. ഒരു സിംഹിനിയെ, സിംഹത്തിൻ്റെ ഒരു ഭാര്യയെ ഒരു മുയലിന് പിടിച്ച് തിന്നാനോ കൊണ്ടുപോകാനോ പറ്റുമോ? അതാണപ്പം നീ ശ്രമിക്കണത്. അതുപോലെയാണ് എന്നെ അപഹരിക്കാനുള്ള ശ്രമം. ഞാൻ മഹാവിഷ്ണുവിൻ്റെ തന്നെ ഭാര്യയാണ്. എന്നെ ആക്രമിക്കാൻ ശക്തിയുള്ളവനായിട്ട് ആരിയ്ക്കണു ഈ ജഗത്തിൽ? നീ മുയല്, രാമൻ സിംഹം, ഞാൻ സിംഹപത്നി. നീ മുയലാണ്, വെറും മുയല്. രാമൻ സിംഹമാണ്, ആ സിംഹത്തിൻ്റെ പത്നിയാണ് ഞാൻ. രാമബാണത്താൽ മാറ് പിളർന്ന് നീ ഇതാ ഭൂമിയിൽ വീഴാൻ പോകുന്നു എന്ന് നീ മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞു. ശ്രുത്വാ തദ്വചനം സീത ഭീതാ കിഞ്ചിതുവാച തം യദേവം ഭാഷസേ മാം ത്വം നാശമേഷ്യസി രാഘവാദ് ആഗമിഷ്യതി രാമോപി ക്ഷണം തിഷ്ഠ സഹാനുജഃ മാം കോ ദർശയിതും ശക്തോ ഹരേ ഭാര്യം ശശോ യഥാ രാമബാണേർവിഭിന്നസ്ത്വം പതിഷ്യസി മഹീതലേ. അങ്ങനെ പറഞ്ഞു. അപ്പം നമുക്ക് ഇവിടെ നിർത്താം ഇന്ന്. നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ 50 കൂടി വായിക്കാം. ഇത് സീതാവച ശ്രുത്വാ രാവണക്രോധമൂർച്ഛിത സ്വരൂപം ദർശയാമാസ മഹാപർവതസന്നിഭം ദശാസ്യം വിംശതിഭുജം കാളമേഘസമദ്യുതീപാവം. ഇത് സീതാവച ശ്രുത്വ, ഇപ്രകാരം സീതയുടെ വാക്കങ്ങോട് കേട്ടപ്പോൾ ക്രോധമൂർച്ഛിത രാവണൻ, ക്രോധം അങ്ങേയറ്റം കോപാന്ധനായിട്ടുള്ള രാവണൻ മഹാപർവതസന്നിഭം, തൻ്റെ ഭിക്ഷുരൂപമൊക്കെ ആ കള്ളസന്യാസി രൂപമൊക്കെ ഉപേക്ഷിച്ചിട്ട് മഹാപർവത തുല്യായിട്ട് ദശാസ്യം വിംശതിഭുജം കാളമേഘ സമദ്യുതി സ്വരൂപം ദർശയാമാസ. അതായത് ഉടനെ ആ ഭിക്ഷു കള്ളസന്യാസിയായി വന്ന ആ രൂപം ഉപേക്ഷിച്ചിട്ട് 10 മഹാപർവത തുല്യവും 10 മുഖവും 20 കയ്യുകളുമുള്ള ഈ മഴ പെയ്യാൻ പോണ മഴയുടെ അത്ര കറുത്ത കാന്തിയോടുകൂടിയതുമായ സ്വന്തം രൂപത്തെ കാണിച്ചു കൊടുത്തു. അതായത് ശശിക്ക് രാക്ഷസൻ തന്നെയായി. സീതയുടെ വാക്ക് കേട്ടിട്ട് കോപാന്ധനായിട്ടുള്ള രാവണൻ ഒരു മഹാപർവ്വതത്തിൻ്റെ അത്ര വലിപ്പത്തോടു കൂടി മേഘം പോലെ കറുത്ത നിറമുള്ള, വെള്ളം നിറഞ്ഞ മേഘം പോലെ കറുത്ത നിറമുള്ളതുമായ അവൻ്റെ 10 തലയും 20 ഭുജങ്ങളും കൈകളുള്ള ആ ദേഹത്തിനെ സീതയ്ക്ക് അങ്ങോട്ട് കാട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. ഇത് സീതാവച ശ്രുത്വാ രാവണക്രോധമൂർച്ഛിത സ്വരൂപം ദർശയാമാസ മഹാപർവതസന്നിഭം ദശാസ്യം വിംശതിഭുജം കാളമേഘസമദ്യുതി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.